Hi all friends, welcome to MTM Political Talk. ഒരു പോസിറ്റീവ് ഉത്തരവ് ഇന്നലെ അമേരിക്കയുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹം വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു സിറിയക്കെതിരായി US ഏർപ്പെടുത്തിയ ഉപരോധം അവിടെ അവസാനിപ്പിക്കും എന്ന സൂചന അന്ന് നൽകിയിരുന്നു. തീർച്ചയായും ലോകത്തിനൊട്ടുക്കും തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് സിറിയക്കെതിരായ ഉപരോധം US പ്രസിഡന്റ് അവസാനിപ്പിച്ച് ഉത്തരവിൽ ഒപ്പുവെച്ചു എന്നുള്ളത്. ഏകദേശം 45 വർഷമായി തുടരുന്ന 4 പതിറ്റാണ്ടായി തുടരുന്ന ഒരു ഉപരോധത്തെയാണ് US പ്രസിഡന്റ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അവസാനിപ്പിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് തീർച്ചയായും അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ലോകമൊട്ടുക്കും അത് വളരെ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുപ്രധാന ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു എന്ന വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീരുമാനം സിറിയ സമാധാന പാതയിലേക്ക് നയിക്കും അമേരിക്ക വ്യക്തമാക്കി. വികസനത്തിനുള്ള വാതിൽ തുറന്നെന്നും ഇതിനോടുള്ള സിറിയൻ ഭരണകൂടത്തിന്റെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇത് സിറിയക്ക് ഏകദേശം 1 വർഷം മുൻപാണല്ലോ ഭരണമാറ്റം ഉണ്ടായത്. മുന്നത്തെ പ്രസിഡന്റ് ബഷർ അൽ അസാദ് അത് റഷ്യയിലേക്ക് പോയതൊക്കെ നമ്മൾക്കറിയാമല്ലോ. പക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള ഉപരോധം അവസാനിപ്പിക്കില്ല, സിറിയ രാഷ്ട്രത്തിനെതിരെയുള്ള ഉപരോധമാണ് അവസാനിക്കുക എന്ന് പ്രത്യേകം ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുകയുണ്ടായി. എന്തായാലും അതൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. സിറിയ എന്ന രാഷ്ട്രം റീബിൽഡ് ചെയ്യേണ്ടതുണ്ട്, അത് പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അവിടെ യുദ്ധവും ആഭ്യന്തര യുദ്ധവും ഒക്കെ കഴിഞ്ഞു ആകെ താറുമാറായ ഒരു അവസ്ഥയിലൂടെയാണ് സിറിയ ഇന്ന് കടന്നു പോകുന്നത്. അതെല്ലാം പുനർനിർമ്മാണത്തിന് കൂടി USന്റെ സഹായം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പ്രത്യേകം ഉത്തരവിൽ പറയുകയുണ്ടായി. ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന സിറിയയെ പുനർനിർമ്മിക്കുക എന്നത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നിപ്പറഞ്ഞു. സിറിയക്കെതിരെ 4 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ഉപരോധമാണ് US പിൻവലിച്ചത്. മെയ് മാസത്തില് അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ സിറിയക്കെതിരായ എല്ലാ ഉപരോധങ്ങളും US പിൻവലിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് അറബ് രാഷ്ട്ര നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം മുൻ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഷർ അൽ അസാദുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. താറുമാറായി കിടക്കുന്ന സിറിയ പുനർനിർമ്മിക്കപ്പെടാൻ കൂടി അമേരിക്കയുടെ സഹായം ഉണ്ടാകും എന്നുകൂടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവ് വാർത്ത നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സിറിയക്കെതിരെ കാരണം അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ലോകത്ത് പല യുദ്ധങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പലസ്തീൻ, ഉക്രൈൻ റഷ്യ എന്നൊക്കെ യുദ്ധങ്ങൾ എന്ന് അവസാനിക്കും പോലും ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല. കാര്യമായിട്ട് അവസാനിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചർച്ചകൾ ആ വഴിക്ക് നീങ്ങിയിട്ടില്ല. പോസിറ്റീവായ ചർച്ചകളൊന്നും ഇതുവരെ ഔദ്യോഗികമായി ഇരുഭാഗങ്ങളിലും കൂടി നടന്നിട്ടില്ല. ഏകപക്ഷീയമായ ചില പ്രസ്താവനകളൊക്കെ ചില ലോക നേതാക്കൾ നടത്തുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഒരു ഐക്യത്തോടെയുള്ള ഇരുവശത്തു നിന്നുമുള്ള ഒരു പ്രസ്താവന ഇതുവരെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സിറിയക്കെതിരായിട്ടുള്ള ഈ ഉപരോധം ഏകദേശം 45 വർഷം പഴക്കമുള്ള ഈ ഉപരോധം അവസാനിച്ചു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ നമുക്കും അതിൽ സന്തോഷം പങ്കുവെക്കുവാൻ ഉണ്ട്. തീർച്ചയായും ഈ US പ്രസിഡന്റിന്റെ ഈ ഉത്തരവ് പ്രാവർത്തികമായി സിറിയ പുനർനിർമ്മിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്കും കൂടി ആശംസിക്കാം.
തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.